ഇടുക്കി മൂന്നാർ ദേശീയപാതയിലെ ദേവികുളം റോഡിൽ ഇടിഞ്ഞെത്തിയ മണ്ണും കല്ലും മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു. 2 യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് മണ്ണ് മാറ്റുന്നത്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, ഈ ഒരു മണ്ണിടിഞ്ഞ് വീണ റോഡിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഗതാഗതം അടക്കം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഇടിഞ്ഞെത്തിയ മണ്ണും കല്ലും എല്ലാം മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഏതായാലും ഈ ഭാഗത്തെ ഗതാഗതം പൂർണ്ണമായും തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. 2 യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് ഇപ്പോൾ ഇവിടെ മണ്ണ് മാറ്റുന്ന നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ മണ്ണ് മാറ്റാൻ ഒരാഴ്ച വേണ്ടിവരുമെന്നാണ് ദേശീയപാത സൈറ്റ് മാനേജർ സാജു നമ്മളോട് പറഞ്ഞത്. ഏതായാലും മണ്ണ് വീണ്ടും ഈ ഇവിടുന്ന് മണ്ണെടുക്കുമ്പോൾ വീണ്ടും കൂടുതലായി ഇടിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ മണ്ണുകളെല്ലാം തന്നെ നീക്കം ചെയ്ത ശേഷം ഇവിടെ കൃത്യമായി ഈ അപകട രീതി അല്ലെങ്കിൽ മണ്ണ് ഇനി ഇടിയാനുള്ള ഒരു അപകടം ഒഴിവാക്കിയുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഈ ദേശീയപാതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കൂടാതെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ജിയോളജിക്കൽ വകുപ്പും അതോടൊപ്പം തന്നെ ഹസാർഡ് ടീമും ഈ സ്ഥലത്തെത്തി കൃത്യമായ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഇനിയും മണ്ണ് ഇടിയാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ഈ ആകാശ ദൃശ്യങ്ങളിൽ നമ്മൾ വ്യക്തമായി കണ്ടതാണ്. ബെഞ്ചമിൻ എന്ന വ്യക്തി പകർത്തിയ ആകാശ ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുമായിരുന്നു. ഇതിന്റെ ഈ ഇടിഞ്ഞ ഭാഗത്ത് വലിയൊരു മലമുകളാണ് ഉള്ളത്. ഏതായാലും മഴ ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ ഈ മല ഇടിയാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. ഏതായാലും ഇതുമൂലം ഈ ദേശീയപാത തടസ്സപ്പെട്ടതോടെ ഇതിലൂടെ ഏറ്റവും ക്ലേശം അനുഭവിക്കുന്നത് ഇവിടെ നിന്ന് മൂന്നാറിൽ നിന്നും ദേവികുളത്തേക്ക് പോകുന്ന ആൾക്കാരും ദേവികുളത്ത് നിന്ന് മൂന്നാറിലേക്ക് ജോലിക്കെത്തുന്ന ആളുകളെല്ലാം തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു ദുരിതം അനുഭവിക്കുന്നത്. കാരണം ഇവർ വീടുകളിലേക്ക് പോകാൻ കിലോമീറ്ററുകൾ ചുറ്റി പോകേണ്ട ഒരു അവസ്ഥയാണുള്ളത്. KDSP കമ്പനിയുടെ 2 റോഡുകളാണ് ഇവിടെ നിലവിലുള്ളത്. ഈ റോഡുകളെല്ലാം തന്നെ ചെറിയ റോഡുകളാണ്, കൂടാതെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്. ഇതുവഴി പോവുകയാണെങ്കിൽ തന്നെയും വലിയൊരു ഗതാഗത തടസ്സം നേരിടേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഏതായാലും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇപ്പോൾ ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2 JCB ഉപയോഗിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ, JCB അല്ല, എസ്കുലേറ്റർ എന്ന 2 യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് ഈ മണ്ണ് നീക്കം ചെയ്തത്. ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിന്റെ ഭാഗത്തായിട്ട് കാണാം, മുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള മണ്ണ് വീണ്ടും താഴേക്ക് റോഡിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇത് ഈ ഒരാഴ്ചയാകുമെന്നാണ് ഈ ദേശീയപാത അധികൃതർ കൃത്യമായി നമുക്ക് വിവരം നൽകിയിരുന്നത്. ഇത് മാറ്റി ഗതാഗതം പൂർണ്ണ യോഗ്യതമാക്കണമെങ്കിൽ ഒരാഴ്ച വേണ്ടിവരുമെന്നാണ്. കാരണം വലിയ പാറക്കല്ലുകളും മരങ്ങളും അടക്കമാണ് ഈ റോഡിലേക്ക് പതിച്ചിരിക്കുന്നത്. ഇതിന്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇന്ന് രാവിലെ മുതൽ ദേവികുളം സബ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ദേശീയപാത അധികൃതർ ഇന്ന് രാവിലെ തന്നെ 2 യന്ത്രങ്ങളുടെ സഹായത്തോടെ ഒരു സൈഡിൽ നിന്ന് മണ്ണ് മാറ്റൽ തുടങ്ങിയിരുന്നു. എന്നാൽ ഈ മണ്ണ് മുകളിൽ നിന്ന് വീണ്ടും ഇടിയുന്നത് ഇവരുടെ ഈ തടസ്സം നീക്കാൻ വലിയ ഒരു പാടായിരുന്നു ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വീണ്ടും മണ്ണ് റോഡിലേക്ക് പോരുന്ന ഒരു അവസ്ഥ തന്നെയാണ് നിലവിലുള്ളത്. ഏതായാലും ഈ ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ ഈ പ്രദേശവാസികളും അല്ലെങ്കിൽ ഇവിടെയുള്ള ദേവികുളത്തും ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ചിന്നക്കനാൽ മേഖല അടക്കമുള്ള ആളുകൾ ആശുപത്രി അടക്കമുള്ള ആവശ്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ ഇവിടെ മൂന്നാറിലേക്കോ അല്ലെങ്കിൽ അടിമാലിയിലേക്കോ എത്തണമെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇവരെ തള്ളിവിട്ടിരിക്കുന്നത്. ഏതായാലും ഇനിയും ഈ മണ്ണിടിയാതെ കൃത്യമായി ഈ ഗതാഗത യോഗ്യമാക്കി ഇനിയും ഇടിയാതെ ഈ ഭാഗം സുരക്ഷിതമാക്കാനാണ് ഈ ദേശീയപാത അധികൃതർ നോക്കുന്നത്. അതിന്റെ ഒരു പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇതിൽ പറയേണ്ട കാര്യം, മിനിഞ്ഞാന്ന് രാത്രിയാണ് ഈ മണ്ണിടിച്ചിലിൽ ലോറി ഡ്രൈവർ രക്ഷപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ അതായത് സർക്കാരിന്റെ ഒരു തുക അല്ലെങ്കിൽ മരണപ്പെട്ടതിന്റെ ഒരു ധനസഹായം പോലും ലഭ്യമായില്ല എന്നൊരു ആക്ഷേപവും അവിടെ ഉയരുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ ഒരു മരണപ്പെട്ടത് ഏറ്റവും കൂടുതൽ ഒരു സങ്കടകരമായി തന്നെയാണ് ഈ മൂന്നാറിലെ ആളുകൾ കാണുന്നത്. ഇന്നലെയാണ് അദ്ദേഹത്തിന്റെ ശവസംസ്കാരം എല്ലാം കഴിഞ്ഞത്. അത് ഏക വരുമാനമാണ് ഈ ഗണേശൻ കുടുംബത്തിന്റെ ഏക വരുമാനമാണ് ഗണേശൻ. ഏതായാലും ഇദ്ദേഹത്തിന്റെ ഒരു ഈ ധനസഹായം ഉടനെ ലഭ്യമാക്കണമെന്നുമാണ് ഈ നിരവധി കോണുകളിൽ നിന്ന് ഉയരുന്നൊരാവശ്യം. ഇപ്പോൾ ഈ നിർമ്മാണം ഇവിടെയുള്ള റോഡിന്റെ, അതോടൊപ്പം തന്നെ ഈ റോഡിന്റെ എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ ഒരു ഈ ഇടിഞ്ഞ മണ്ണ് മാറ്റി പെട്ടെന്ന് തന്നെ ഒരു ഗതാഗത യോഗ്യമാക്കണമെന്ന് തന്നെയാണ് ഈ ആളുകൾ പറയുന്നത്. കാരണം ഒത്തിരിയേറെ ദുരിതം അനുഭവിക്കുന്നത് ഇതിൽ കൂടെ പോകാനും അല്ലെങ്കിൽ ചുറ്റി മൂന്നാറിലേക്ക് എത്താനും തന്നെ ആളുകൾ ഒത്തിരിയേറെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.
ഏതായാലും ഇവിടെ മൂന്നാളൊരു സ്വദേശി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അണ്ണാ, ഈ റോഡ് അടഞ്ഞ കാരണം എന്തൊരു ബുദ്ധിമുട്ടുണ്ട്? எல்லா இடத்துலையும் இருக்கு. தேவைப்படுறது அரசு ஹாஸ்பிட்டல் போகிறதுக்கு உடனடி நடவடிக்கை ഇപ്പൊ ഈ റോഡ് അടഞ്ഞ കാരണം വലിയൊരു ചുറ്റിപ്പോകേണ്ട അവസ്ഥയാണല്ലേ? ரொம்ப கஷ்டம். தேவல ஹாஸ்பிட்டல் போகிறவங்களுக்கு போன ஒரு எப்படி குறைஞ்சது செலவாகும். எல்லாம் பார்த்து உடனே அரசு உடனே நடவடிக்கை. ഏതായാലും ഇത് ഒരു ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്ന് തന്നെയാണ് ആവശ്യം. ഏതായാലും ഒരാഴ്ച ഈ മണ്ണ് മാറ്റണമെങ്കിൽ ഒരാഴ്ച വേണ്ടി വരുമെന്ന് തന്നെയാണ് ദേശീയപാത അധികൃതർ നൽകുന്ന വിവരം. ഏതായാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും ദ്രുതഗതിയിൽ തുടരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ഭാഗം ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടിയെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം എല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും ബിനീഷ്, അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു മണ്ണിടിഞ്ഞ് ലോറി ഡ്രൈവർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മണ്ണിടിഞ്ഞത് മാറ്റുന്നുണ്ട്. ഈ ഒരു മണ്ണും കല്ലും എല്ലാം മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും ഒരു മണ്ണിടിച്ചിലിനൊരു സാധ്യതയുണ്ടോ? ഈ ഒരു ഗതാഗതം യോഗ്യമാക്കി കഴിഞ്ഞാൽ വീണ്ടും വാഹനങ്ങളെല്ലാം വലിയ വാഹനങ്ങളടക്കം അല്ലെങ്കിൽ വിനോദസഞ്ചാരികളടക്കം സഞ്ചരിക്കുന്ന ഒരു പാതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രക്കാർ എല്ലാം പോകുന്ന ഈ ഒരു പാതയിൽ വീണ്ടും മണ്ണിടിയാനുള്ള ഒരു സാഹചര്യമുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ ഇനിയും മണ്ണിടിയാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനുള്ള കാരണം 2018 ഇത്തരത്തിൽ വലിയൊരു മണ്ണിടിച്ചിലുണ്ടായി. ഇവിടെ കോളേജ് അടക്കം നിലംപതിച്ചത് അന്ന് വലിയ ഇടിച്ചിലാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അതിനുശേഷമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ വീണ്ടും ഒരു മണ്ണിടിച്ചിലുണ്ടാകുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, വലിയൊരു മണ്ണിടിച്ചിലാണ്. ഇതിന് മുകളിലായി വലിയൊരു മലയുണ്ട്. പിന്നെ കൂടാതെ മുമ്പത്തെ കോളേജ് സാർമാർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സുള്ള 2 ക്വാർട്ടേഴ്സുകൾ ഇതിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ മഴ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ തന്നെയും ഈ മഴ കുത്തിയൊലിച്ച് വീണ്ടും ബാക്കിയുള്ള ഭാഗം കൂടെ ഇടിഞ്ഞ് റോഡിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് കൂടുതലായുള്ള സുരക്ഷിതത്വം ഉറപ്പാക്കിയ ശേഷമായിരിക്കും ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ഒരാഴ്ച വേണ്ടിവരും ഈ മണ്ണുകളെല്ലാം തന്നെ പൂർണ്ണമായി നീക്കി ഒരു അപകട മേഖലയിൽ നിന്ന് മാറ്റി ഗതാഗത യോഗ്യമാക്കാനുള്ള ഒരു നടപടിക്രമങ്ങൾ ആക്കാൻ ഒരാഴ്ച വേണ്ടി വരുമെന്ന് തന്നെയാണ് ഈ ദേശീയപാത വിഭാഗവും നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ശരി, ഇടുക്കി മൂന്നാർ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് കല്ലും മണ്ണും മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.